ഡ്രീം സ്റ്റിച്ചിങ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു മാസ്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു സിംഗിൾ മാസ്കാണ് സ്റ്റിച്ച് ചെയ്യണത്, പക്ഷേ നമുക്കത് 2 മാസ്കായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ കിച്ചണിൽ നിന്ന് ഒരു പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മാസ്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറയാം. ഇത് കണ്ടോ, നമ്മുടെ ടേപ്പിൽ 11 ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റാണ് ഞാൻ കിച്ചണിൽ നിന്ന് എടുത്തിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ 2 കളർ ക്ലോത്തും എടുത്തിട്ടുണ്ട്. കണ്ടോ, 2 കളർ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാനിതിൻ്റെ റൗണ്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റൗണ്ടിൽ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. 4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെയും റോങ് സൈഡ് ഇതും റോങ് സൈഡ്. അപ്പോൾ ഈ 2 ഇതിൻ്റെയും നല്ല വശമകത്ത് വെക്കാം. കണ്ടോ, റോങ് സൈഡ് പുറത്ത് വന്നിട്ട് ഇതിലേക്കൂടെ ഇവിടെയും ഒരു സ്റ്റിച്ച് ഇടാം. കണ്ടോ, ഇങ്ങനെ ഈ ആർച്ച് പോലെ ഇരിക്കുന്ന വശത്ത് ഇങ്ങനെ നമ്മൾ ഒരു 4 ഇഞ്ചിൽ ഇതിനും നമുക്ക് സ്റ്റിച്ചിട്ടെടുക്കാം.
ഇനി നമുക്ക് ദേ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൽ ടച്ച് ചെയ്യാതെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, 2 പീസിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് കണ്ടോ, ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. കണ്ടോ, 1 ഇഞ്ച് ഇങ്ങോട്ടും 1 ഇഞ്ച് ഇങ്ങോട്ടും. കണ്ടോ, 1 ഇഞ്ചിലിങ്ങനെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ 2 വശത്തും ഇതിലും 2 വശവും ഇതിൻ്റെ 2 വശവും 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം കോർണറിൽ നിന്ന്. ഇനി നമുക്ക് ഇത് നിവർത്തിയിട്ട് ഇതിൻ്റെ നല്ല വശമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് നല്ല വശം. നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ റോങ് സൈഡാണ്. അപ്പോൾ അതിൻ്റെ നല്ല വശം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ നല്ല വശം കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിലോട്ട് ഇടാം. കണ്ടോ, എന്നിട്ട് നമ്മളിവിടെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിനും തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ മാർക്കിങ്ങിൻ്റെ അവിടെ നിർത്തണം. ഇവിടെ 1 ഇഞ്ചിലുള്ള ഈ മാർക്കിങ്ങിൽ നിർത്തണം. ഇപ്പുറത്തും ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ 1 ഇഞ്ചിൻ്റെ മാർക്കിങ്ങിൽ നിർത്തണം. അപ്പോൾ 2 സൈഡ് നമുക്ക് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് കണ്ടോ, ഈ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ തയ്യൽ തുമ്പ് അങ്ങോട്ടും താഴെയുള്ളതിൻ്റെ ഇങ്ങോട്ടും, അതായത് 2 തയ്യൽ തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടിരിക്കണം. 2 തയ്യൽ തുമ്പും ഒരു സൈഡിലേക്ക് വെക്കരുത്. ഒരെണ്ണം അങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട് വെക്കണം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട്
ഒന്ന് തയ്ച്ചെങ്കിലും നമുക്ക് 2 മാസ്കിൻ്റെ ഗുണം ചെയ്തു അല്ലേ. ശരി, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മേളിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ താഴെ നമ്മുടെ ബോബിൻ്റെ നൂല് താഴെ ഏത് കളറാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതിൻ്റെ നൂല് വേണം താഴെ ഇടാൻ മിഷ്യത്തിൻ്റെ മേളിൽ. നമ്മൾ മേളിൽ ഏതാണോ തയ്ക്കുന്നത് അത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഗ്രീൻ നൂലിങ്ങനെ കാണും. ഇപ്പോൾ ഞാനിവിടെ ഗ്രീൻ അല്ലേ ചെയ്തേക്കണം, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളറിലെ നൂല് കാണും. അപ്പോൾ നമ്മൾ താഴെ ഏതാണോ അങ്ങനെ നിങ്ങൾ മാറ്റിയിടണം. മേളിലും താഴെയും ഏത് കളറാണോ ചെയ്യണം അതനുസരിച്ച് വേണം നമ്മൾ നൂലിടാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും മാസ്കൊക്കെ വെച്ച് വേണം പുറത്തു പോകാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ്. ബൈ ബൈ.